500 മൈൽ അകലെ നിന്ന് ഒരു ഗ്ലാസ് കുപ്പിയിലൂടെ ഒരു ആൺകുട്ടി ഒരു സ്നൈപ്പറെ കണ്ടു. ഇത് കണ്ടപ്പോൾ ആ സ്നൈപ്പർ ഞെട്ടിപ്പോയി. എന്നാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപേ മനുഷ്യക്കടത്തുകാർ ആ കുട്ടിയെ പിടികൂടി. തന്നെ അവർ ഉപദ്രവിക്കുമെന്ന് ഭയന്ന ആൺകുട്ടി സ്നൈപ്പറോട് സഹായം അഭ്യർത്ഥിച്ചു. അതിനാൽ സ്നൈപ്പർ ഉടൻ തന്നെ തന്റെ സ്ഥാനം മാറ്റി. ആ കുട്ടിക്ക് അസാധാരണമായ സ്നൈപ്പർ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവനെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ടാർഗറ്റ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ടാർഗറ്റിനെ ഇല്ലാതാക്കാൻ മേലുദ്യോഗസ്ഥർ ഉത്തരവിട്ടു. എന്നാൽ ആ കുട്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ സ്നൈപ്പർ മാനസിക സംഘർഷത്തിനൊടുവിൽ ആ ഉത്തരവനുസരിക്കാൻ വിസമ്മതിക്കുകയും ഓപ്പറേഷൻ തിയേറ്ററിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. വെടിയുണ്ട ഡോക്ടർക്ക് കൊണ്ടു. വെടിയൊച്ച കേട്ടതോടെ ടാർഗറ്റ് ജാഗരൂകനാവുകയും ഉടൻ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. സ്പെഷ്യൽ ഫോഴ്സ് പെട്ടെന്ന് തന്നെ ആ സ്ഥലം റെയ്ഡ് ചെയ്യുകയും മനുഷ്യക്കടത്തുകാരെ വധിക്കുകയും ചെയ്തു. അവസാനത്തിൽ കുട്ടിയെ രക്ഷിച്ചുവെങ്കിലും ടാർഗറ്റിനെ രക്ഷപ്പെടാൻ അനുവദിച്ചതിന് അധികാരികൾ സ്നൈപ്പറെ ശാസിച്ചു. എങ്കിലും അദ്ദേഹത്തിന് യാതൊരു ഖേദവും ഉണ്ടായിരുന്നില്ല. തന്റെ തീരുമാനം ശരിയാണെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ ആൺകുട്ടി ലോകത്തിലെ ഏറ്റവും ശക്തനായ സ്പെഷ്യൽ ഫോഴ്സ് അംഗമായി വളർന്നു. തന്റെ അതുല്യമായ കഴിവുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും കിങ് ഓഫ് ദ ബാറ്റിൽ ഫീൽഡ് എന്ന പദവിയും അവന് ലഭിച്ചു.